പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ സമുദായ നേതാക്കളുടെ പടപ്പുറപ്പാടാണ് കാണുന്നത്. വി ഡി സതീശൻ സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങിയെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. വി ഡി സതീശൻ ഈഴവരെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ചപ്പോൾ രമേശ് ചെന്നിത്തലയെ തഴുകാനും സുകുമാരൻ നായർ മറന്നില്ല. സ്വസ്ഥമായൊരു ഞായറാഴ്ച പറഞ്ഞുറപ്പിച്ചതുപോലെ NSS SNDP ജനറൽ സെക്രട്ടറിമാരുടെ വാർത്താ സമ്മേളനങ്ങൾ. ലക്ഷ്യമൊന്ന്, പിണറായി സർക്കാരിന് പിന്തുണ. അതിനുള്ളിലൂടെ മറ്റൊരു ഉന്നം കൂടിയുണ്ടായിരുന്നു, വി ഡി സതീശൻ. പരുഷമായ വാക്കുകളിലൂടെയായിരുന്നു ഇരുവരും വി ഡി സതീശനെ കടന്നാക്രമിച്ചത്. അടി കിട്ടും, ഒരു സംശയമില്ല. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് അടി കിട്ടും. അത് കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രതിപക്ഷ നേതാവിന്റെ മതേതര നിലപാടുകളെയും NSS ജനറൽ സെക്രട്ടറി പുച്ഛിച്ചു തള്ളി. സമുദായങ്ങളുടെ തിണ്ണ നിരങ്ങിയെന്നായിരുന്നു പരിഹാസം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഈ തിണ്ണയിൽ ഇവിടെ വന്ന് ഞാൻ കസേരയിൽ അവിടെ ഇരിക്കുക, കസേരയിൽ അടുത്ത് വന്നു. തിണ്ണയിലൊന്ന് നിരങ്ങിയില്ല. ഇവിടെ 1.5 മണിക്കൂർ ഇവിടെ ഇരുന്നു. എന്നിട്ടാണ് അങ്ങോട്ട് ഇറങ്ങി വെച്ച് തിണ്ണ ഇറങ്ങരുതെന്ന് പറയുന്നത്. ഈ വലിയ തത്വം പറയുന്നവർ കനാനായ സഭയുടെ തിരുമേനിയും ആരെ കാണാൻ സിനഡ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ചെന്ന് കാലേ വീണ്ടു. ഒട്ടും മയമില്ലായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ ആക്രമണങ്ങൾക്കും. ഒരു ഇന്നലെ പൂത്തൊരു തകരയുണ്ട് സതീശൻ. ഞാൻ അതേപ്പറ്റി പറയുന്നില്ല. അപ്രസക്തൻ AK ആന്റണിയുണ്ട്, രമേശ് ചെന്നിത്തലുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇന്ന് ലൈവായി ജീവിച്ച് രാഷ്ട്രീയത്തിൽ തന്നെ അവർ നിലനിൽക്കുന്നുണ്ട്. അവർ പറയട്ടെ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അഡ്മിറ്റ് ചെയ്യാം. ഈഴവരെ തകർക്കാനാണ് വി ഡി സതീശന്റെ ശ്രമമെന്നും വെള്ളാപ്പള്ളി നടേശന്റെ രൂക്ഷമായ ആക്രമണം. SNDP പ്രസ്ഥാനത്തെ തകർക്കുക, ഈഴവരെ തകർക്കുക, അതിനെ തളർത്തുക. ഈ മാന്യൻ്റെ ഉപ്പാപ്പം വിചാരിച്ചാലും SNDP യോഗത്തെ തകർക്കാനും തളർത്താനും ഇതിനു മുമ്പും പലരും വന്നിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിനിടയിൽ രമേശ് ചെന്നിത്തലയോടുള്ള വാത്സല്യം സുകുമാരൻ നായർ മറച്ചുവെച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ള യോഗ്യത ഇവിടുത്തേക്ക് ഇന്ന് നിലവിലുള്ള കോൺഗ്രസ്സുകാർക്ക് ആർക്കെങ്കിലും? പിന്നാലെ ഇരുവർക്കും മറുപടിയുമായി വി ഡി സതീശൻ രംഗത്തെത്തി. ഇരു സമുദായ നേതാക്കളും ഒറ്റ നാക്കിൽ ഒറ്റ ഭാഷയിൽ വിമർശിച്ചതോടെ വി ഡി സതീശന്റെ പ്രതികരണത്തിന് കരുതൽ. ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒരു സമുദായ നേതാവിനെയും കാണില്ലെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സമുദായ നേതാക്കളെ കാണുന്നതും വർഗീയതയ്ക്കെതിരെ പറയുന്നതും തമ്മിൽ എന്താ ബന്ധം? വർഗീയതയ്ക്കെതിരെ പറയുന്ന ഒരാൾക്ക് സമുദായ നേതാക്കന്മാരെ കാണാൻ പാടില്ലേ? എനിക്കത് മനസ്സിലാകുന്നില്ല. എൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. സമുദായ നേതാക്കളുടെ ഒത്തുചേരലിൽ രണ്ടു കൂട്ടർക്കാണ് സന്തോഷം. ഒന്ന് ഇടതുപക്ഷത്തിന്, രണ്ട് കോൺഗ്രസിലെ വി ഡി സതീശൻ വിരുദ്ധ ചേരിക്ക്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.